ഒറ്റ കാര്യം പറയാനുള്ളൂ, പടം ഇറങ്ങി കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് സമാധി സമാധി സമാധി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JMJD. അങ്ങനെ 36 കഥാപാത്രങ്ങൾ 18 ദിവസം കൊണ്ട് തരും എന്ന് പറഞ്ഞ് 18ാമത്തെ ദിവസം 36ാമത്തെ അല്ലെങ്കിൽ നമ്പർ 1 ക്യാരക്ടർ വരെ തന്നിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന L2E മാജിക്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് അമ്മാതിരി പരിപാടിയാണ് ഇവർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടാമത്തെ കഥാപാത്രം ക്യാരക്ടർ നമ്പർ 2 നമ്മുടെ പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പോസ്റ്റർ കണ്ടു വരാം, അതിനുശേഷം സംസാരിക്കുന്ന കാര്യങ്ങൾ പറയാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങളും ഉണ്ട്. എന്തായാലും സയ്യിദ് മസൂദ് ഓക്കെ, ഭയങ്കര രസമായിട്ട് തന്നെയാണ് ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ച്, ആ ഒരു ഫീൽ പിടിച്ചിട്ടുണ്ട്. പുള്ളി ബ്ലാക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു, അല്ലെങ്കിൽ വളരെ ഡാർക്ക് ബ്ലൂ. അതങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നിട്ട് തോന്നുന്നുണ്ടാവാം, അറിയില്ല. എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ലുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടിയാൻ എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ ഹസ്ബി റബ്ബി ജല്ലാറുടെ മ്യൂസിക് വരുമല്ലോ, ഇൻട്രോ, അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട്. മേ ബി ഒന്ന് മീശയും താടിയൊക്കെ അതേപോലെ ചെയ്തുകൊണ്ടും മുടി ചീകിരിക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് ഡ്രസ്സ് മറ്റേ കുർത്തി ടൈപ്പ് സാധനം ഇട്ടിരിക്കുന്നത്, അത് ടിയാനിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക. കാരണം നമ്മള് ലൂസിഫറിൽ കണ്ടിട്ടുള്ളത് ഫുൾ മറ്റേ മങ്കി ക്യാപ്പ് അല്ല കേട്ടോ, ആ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് ഭയങ്കര ഒരു ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബോളിവുഡ് നടനൊക്കെ വന്ന് തകർത്ത് പോണ പോലെ, അല്ലെങ്കിൽ ഒരു റോബിൻ ഹുഡ് ഫീലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പക്ഷെ ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കും ലുക്ക് ഇതാണ് ശരിക്ക്. എന്തായാലും പുള്ളി പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കിങ്ങിനെ നമുക്ക് കാണണ്ടേ. കിങ്ങിന്റെ പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കണത് അത് തന്നെ ഗംഭീരമായിട്ട് തോന്നി. ഡിസൈൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച പിറകില തീ, അതായത് കാട്ടുതീ പടർന്നു പോലെ, അന്ന് കാട്ടുതീ പടർന്നു എന്ന് പറഞ്ഞ പോലെ കാട്ടുതീ പടർത്തിയിട്ടാണ് അവിടെ ലാലേട്ടൻ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ലുക്ക് കണ്ടാൽ കറക്റ്റ് സ്റ്റീഫൻ നെടുമ്പള്ളി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം കോട്ടും ഒന്നും ഇല്ലാതെ, ഡ്രസ്സ് പക്ഷെ ബ്ലാക്ക് ആണ്. അവിടെ നമ്മൾ വൈറ്റിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തിന്മയും എന്ന് പറഞ്ഞ പോലെ തിന്മ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ബ്ലാക്കിനെ തിന്മയായിട്ട് കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും സിനിമയിൽ പറഞ്ഞുകൊണ്ടാണ് എടുത്തിട്ടത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലാക്കും തിന്മയും പറഞ്ഞത് ഐ എം സോറി, ആ രീതിയിൽ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ബ്ലാക്കിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ ഫീൽ ചെയ്യണം. ആൻഡ് ഈ പറഞ്ഞ പോലെ ആ കനലും പുറകിലുള്ള ആളിക്കത്തുന്ന തീയും ആൻഡ് ലാലേട്ടന്റെ നോട്ടവും, മക്കളൊന്നും നോക്ക്, എന്ത് ജാതി നോട്ടാണ് ഈ നോക്കണത്. ഇതിന് ഈ മനുഷ്യൻ വേറെ ലെവലാണ്. ഈ സിനിമയിൽ തന്നെ അറിയാലോ, പൃഥ്വി തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണടക്കാതിരിക്കാനാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്ന്. ആ ഒരു നോട്ടം ഉണ്ടല്ലോ, മറ്റേ ജസ്റ്റിനെ നോക്കണതും, അതേപോലെ PK രാംദാസ് മരിച്ച സമയത്ത് വന്നിട്ട് ഒന്നടക്കം കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ പറയുന്നുണ്ടല്ലോ. ഈ അടുത്ത ആരാണ് മന്ത്രി എന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതിന് നോക്കി ദഹിപ്പിക്കുക എന്ന് പറയില്ല, അമ്മ അതൊരു നോട്ടാണ് നോക്കുന്നത്. പിന്നെ ഈ എന്താ പറയാ, തീന്റെ ഷെയ്ഡ്സ് ഈ മുഖത്തേക്ക് വന്നിരിക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിൽ ഏതോ ഒരാളുണ്ട്, അയാളിനെ ഇടിച്ചിങ്ങനെ പൊക്കി നിർത്തിയേക്കാണോ അതോ ഇനി അയാൾ വേറെ ഏതെങ്കിലും ഒരാൾ അവിടെ നോക്കിയിരിക്കാന്ന് അറിയില്ല. എന്തായാലും വമ്പൻ ഒരു സീനിലാണ് നിൽക്കുന്നത്, അത് ഉറപ്പാണ്. ഇനി നമുക്ക് ഖുറേഷി എബ്രാം, മോഹൻലാൽ ആസ് ഖുറേഷി എബ്രാം, ആകെ സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പോ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത് 2 ആളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി 2 ആളായിരിക്കാം. ഇയാളും ഖുറേഷി എബ്രഹാം, വേറെ ആളുണ്ടെങ്കിൽ അയാളും ഖുറേഷി എബ്രഹാം. കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം പൃഥ്വിയുടെ സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് പൃഥ്വിയിലേക്ക് വരാം. എന്നിട്ട് ലാലേട്ടനെ കാണാൻ ഭയങ്കര ഇതുണ്ട്. കാരണം പൃഥ്വി ഓൾറെഡി ഞാൻ കേട്ടതാണ്. എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റെഡി? കറങ്ങട്ടെ, വാ വേഗം വാ. ഇല്ല വരൂല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കകത്ത് എടുക്കാം. എനിക്കറിയുന്നത് ആ ടൈമിൽ ചട്ടത്തരം കാണിക്കുന്നു. ഓക്കെ, റെഡി. സോറി, ചുമ. നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്, ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറേഷി എബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന
ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത്. അതെ. അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ. അതെ. എന്നാൽ ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സയ്യിദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ്, അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറൈഷി അബ്രഹാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും. വളരെ കോംപ്ലക്സ് ആയ ഒരു വേൾഡാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ കോംപ്ലക്സിറ്റി ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. കുറച്ചധികം കഥാപശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും. എന്നാൽ ഇതിന്റെ ഇടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറന്റ് ആയ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തോന്നട്ടെ. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറൈഷി അബ്രഹാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു. Was it a misplaced assumption? Watch Empuran, the second part of the Lucifer franchise, on 27th of March 2025 in theaters worldwide. എന്ത് നരേഷൻ അല്ലേ, എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ഞാൻ അത് നോട്ടീസ് ചെയ്തത് പുള്ളിക്കാരന്റെ ലുക്കാണ്. പക്ഷെ ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രി ഉറക്കമില്ലാതെയൊക്കെ ഇരുന്നതിന്റെയോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഉള്ളതിന്റെ ഒക്കെ ഒരു അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. മുടിയൊക്കെ വെറുതെ അങ്ങോട്ട് ഓക്കെ ടേക്ക് എടുക്കാം, ശരി ചെയ്യിക്കുന്നു വന്നിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. എനിക്ക് എല്ലാവർക്കും തോന്നി അറിയില്ല. ഓഫ്കോഴ്സ് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുന്ന ഡയറക്ടർ അതിൽ അഭിനയിക്കുന്ന വലിയ പ്രശ്നമായിട്ട് എനിക്ക് പുള്ളിക്കാരെ സമയത്ത് തോന്നുന്നില്ല. പക്ഷെ ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്ത്, കാരണം ലൂസിഫർ പോലെയല്ല, പുള്ളി സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവാം. കാരണം മുരളി ഗോപിയുടെ ഇന്റർവ്യൂ ഒന്ന് ഞാൻ പിന്നീട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് പുള്ളി എത്രമാത്രം ഡീപ്പായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടാണ് ചെല്ലുന്നത്. ഒരു കുട്ടീനെ പോലെ ഇരുന്ന് പഠിച്ച് ഓരോ ഡയലോഗും കാണാപ്പാടാണ്. ഓക്കെ, അതൊക്കെ ആയിരിക്കാം. പക്ഷെ എത്ര ആളുകളെ കോർഡിനേറ്റ് ചെയ്യണം, അത് ഭയങ്കര പാടാണ്. എത്ര ആളുകൾ അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വേറെ സപ്പോർട്ടിന് ആളുണ്ടെന്ന് പറഞ്ഞാലും, അത്രയും വലിയൊരു ക്രൂ, അത്രയും വലിയൊരു ടെക്നീഷ്യൻസ്, അവരെ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം കൂടി ഡയറക്ടർക്ക് ഉണ്ട്. സോ അതിന്റെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്ത് എനിക്ക്, അല്ലെങ്കിൽ അത്രയും വലിയ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു അത് വേണം. അത് ഓഫ്കോഴ്സ് അത് വേണം. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ആൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഇവരെ തൊടാൻ ആരും ഇല്ല എന്ന രീതിയിലാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഖുറൈഷി അബ്രഹാം, അവർ അങ്ങനെ പറയുമ്പോൾ ഖുറൈഷി അബ്രഹാം എന്ന് പറഞ്ഞ ഒരു ടീമാണെന്ന രീതിയിലും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരാണ് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവർ, ഖുറൈഷി അബ്രഹാം അവർ, അല്ലെങ്കിൽ ഇവർ. അപ്പോ പല ആളുകളും പറയുന്ന പോലെ വലിയ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഖുറൈഷി വേറൊരാളും എബ്രഹാം വേറൊരാളും, രണ്ടുകൂടെ കൂടി ഖുറൈഷി അബ്രഹാം എന്ന രീതിയിൽ. അത് അങ്ങനെ തന്നെ വരും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. എന്നാലും അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു കൊളുത്തിട്ട് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പൃഥ്വിരാജാണ്, മഹാവളവനാണ്. അങ്ങനെ പല ഇതിനുള്ളിൽ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മേ ബി ഇനി വരും ദിവസങ്ങളിൽ പല ആളുകളും ഡീകോഡ് ചെയ്ത് വീഡിയോ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അത് അവിടെ നിൽക്കട്ടെ. ആൻഡ് ഇതിന്റെ കൂടെ പറഞ്ഞില്ല മറ്റൊരു കാര്യം, ഇവരെ തൊടാൻ ആരും ഇല്ല, അതൊരു അസംഷൻ മാത്രമാണോ എന്ന് ചോദിച്ചും വെച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ആയിരിക്കും. ഒരുപാട് വില്ലന്മാര് വരും, തേർഡിലേക്ക് അത് കൊണ്ടുവെക്കും. ഇവിടെ ഖുറൈഷി അബ്രഹാം ടീം അതിനെങ്ങനെ ഫേസ് ചെയ്യുന്നു, അവരെ എവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നു, ഇനി എന്താണ് ഇവർ തമ്മിൽ വരുന്നത്, ഫൈനൽ ഒരു വലിയ യുദ്ധം തന്നെയായിരിക്കും. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഈ മസൂദിന്റെ ഫാമിലിനെ കാണിച്ചപ്പോഴേ നമ്മൾ അതിന്റെ റിയാക്ഷനിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓരോ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്തായാലും ഇവരുടെ ഫാമിലിയാണ്. ആ ഫാമിലി യുദ്ധം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ട പൃഥ്വിയുടെ ആ കഥാപാത്രത്തിൽ, അല്ലെങ്കിൽ മസൂദിന്റെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫിലേക്ക് എങ്ങനെ ഖുറൈഷി അബ്രഹാം ടീം കടന്നു വന്നു, അവരെങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെങ്ങനെ ഇവരെ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി എന്താ പറയാ മോട്ടീവായി എന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് ഉറപ്പായിട്ടും അവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഖുറൈഷി അബ്രഹാമിന്റെ, അല്ലെങ്കിൽ സ്റ്റീഫന്റെ, അല്ലെങ്കിൽ ലാലേട്ടന്റെ കഥാപാത്രം ഏതാണോ ആ ക്യാരക്ടറിന്റെ ബലങ്കയായി മാറുന്നത്. സോ ഇനി നമുക്ക് ലാലേട്ടൻ പറയുന്നത് എന്തായേക്കാം, അത് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം ഞാനത് കണ്ടിട്ടില്ല. പൃഥ്വിയുടെ ഞാൻ ഓൾറെഡി രാവിലെ ഒന്നുകൂടി കണ്ടിരുന്നു. ഞാൻ ഈ നമ്പർ 1 ക്യാരക്ടറോട് വരട്ടെ വേണ്ടി വെയിറ്റ് ചെയ്തത്. ലെറ്റ്സ്
2 മിനിറ്റ് അടുത്തുണ്ട്. ലാലേട്ടൻ 5 മിനിറ്റ് പറഞ്ഞോടായിരുന്നു. എന്താ സെറ്റപ്പിലൊക്കെ. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്രഹാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിൻ്റെ മുഴുവൻ കഥ ഒരു പക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിൻ്റെ ഈ ട്രയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിൻ്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിൻ്റെ 2ാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിലഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിൻ്റെ ലൊക്കേഷനുമൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരിക്കും ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി അബ്രഹാം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. 1ാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ. അത് പൊളിച്ചു. ആ ലാസ്റ്റ് പറഞ്ഞെത്തി. കാരണം ഇതുവരെ ഇല്ല എല്ലാ കഥാപാത്രങ്ങളും ലാസ്റ്റ് വന്നിട്ട് എമ്പുരാൻ ഹിറ്റ്സ് ഓൺ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്നത് മാർച്ച് 27 തീയതി. എന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ വരുന്ന കാത്തിരിക്കുന്നത് എമ്പുരാൻ. ഭയങ്കര ത്രില്ലായിട്ടുണ്ട് ഈ പടം. കാരണം ഈ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 36 കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു പറഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കിട്ടിയിട്ടുള്ള ഒരു അറ്റൻഷൻ ആദ്യ ദിവസം കിട്ടി. പക്ഷെ പിന്നീട് അത് വളരെ ഡൗൺ ആയിട്ട് പോവുക ചെയ്തത്. കാരണം ആളുകൾക്ക് ഇതൊരു രസം കൊല്ലിയായിട്ട് വരെ ഫീൽ ചെയ്ത ആളുകളുണ്ട്. ഇത് എന്താ ഈ സാധനം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വരുന്നു ലാഗ് പോലെ ഫീൽ ചെയ്ത ആളുകളുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളെ ഇങ്ങനെ തന്ന് എക്സൈറ്റ്മെന്റ് വളർത്തി ജെറോം ഫിലിമിന് എത്തിയപ്പോഴേക്ക് പരിപാടി ആകെ അയിന്ന് പോയി, ഭയങ്കരമായി. അത് കഴിഞ്ഞ് പിന്നെ തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് അറിയുന്ന പോലെ മഞ്ജു വാര്യർ ഇവരൊക്കെ ആണെങ്കിൽ പോലും ഇവർ എന്ത് പറയുന്നു, എന്താണ് ഇവർ ഈ സിനിമയെ കുറിച്ച് പറയുന്നത്, എന്താ അറിയാൻ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോ എന്നെ സംബന്ധിച്ച് പീക്ക് ലെവൽ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് മാർച്ച് 27 ആകാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാലേട്ടൻ പറഞ്ഞ പോലെ അവർ ഈ സിനിമ തേർഡ് പാർട്ടോടെ കാണേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ. ഇപ്പോൾ മുരളീഗോപിനോട് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് പാർട്ട് ചെയ്ത സമയത്ത് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിരുന്നില്ല, കാരണം എന്താണ്, സെക്കൻഡ് പാർട്ട് പക്ഷേ തേർഡ് പാർട്ട് കൂടെ ഉണ്ട് എന്ന് തുറന്നു പറയുന്നുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് ഹിറ്റായാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു, ഫസ്റ്റ് പാർട്ട് ഹിറ്റായാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവിടെ ഉണ്ട്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. എന്നാൽ സെക്കൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസിലേക്ക് കയറി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് എത്തിയാൽ ഫ്രാഞ്ചൈസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടോടെ പറഞ്ഞിട്ടല്ലാതെ നിർത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സെക്കൻഡ് പാർട്ട് കൊണ്ട് നിർത്തുന്നത്. തേർഡ് പാർട്ട് കാണും തോന്നുന്ന രീതിയിൽ അവരെ സംബന്ധിച്ചോളം 100% അത് അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് കോൺഫിഡൻസ് എല്ലാവരുടെ മുഖത്ത് കാണാം. ഇവൻ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പോലും വെറുതെ വന്ന് സംസാരിക്കുന്നതിന് അപ്പുറം ലാലേട്ടന്റെ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മൂപ്പര് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സൈറ്റ്മെന്റ് കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെന്റ് ലാലേട്ടന്റെ മുഖത്ത് ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇനി എന്റെ എക്സൈറ്റ്മെന്റോട് തോന്നാണെന്ന് അറിയില്ല. എന്തായാലും പടം കൊടുത്തും, അതിലൊരു ഡൗട്ടും വേണ്ട. ഒറ്റ കാര്യം പറയാനുള്ളൂ, പടം ഇറങ്ങി കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് സമാധി.